ഫ്രാൻസിലെ ലോകപ്രശസ്തമായ ലൂവ് മ്യൂസിയത്തിൽ ഒരു മോഷണം നടന്നാൽ എങ്ങനെയിരിക്കും? ഒരു വെടിയൊച്ചയോ അലാറം ശബ്ദമോ ഇല്ലാതെ, കാവൽക്കാർ പോലും അറിയാതെ ഒരു വലിയ കവർച്ച. അതാണ് 2025 ഒക്ടോബർ 19 സംഭവിച്ചത്. അന്ന് രാവിലെ മ്യൂസിയം തുറന്ന് അരമണിക്കൂർ കഴിഞ്ഞ് 4 കള്ളന്മാർ നിർമ്മാണ തൊഴിലാളികളുടെ വേഷം കെട്ടി ലൂവിലേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്നത് ഒരു സാധാരണ ഫർണിച്ചർ ലിഫ്റ്റ് ട്രക്ക്. അതുപയോഗിച്ച് അവർ കെട്ടിടത്തിന്റെ ജനൽ വഴി അകത്തേക്ക് കടന്നു. 7 മിനിറ്റ്. വെറും 7 മിനിറ്റിനുള്ളിൽ അവർ $100 മില്യൺ വില വരുന്ന രാജകീയ ആഭരണങ്ങൾ കവർന്ന് അപ്രത്യക്ഷരായി. സംഭവം നടന്നതിന്റെ ഒരു തെളിവും അവർ അവിടെ അവശേഷിപ്പിച്ചില്ല. പോലീസിനെ അത്ഭുതപ്പെടുത്തിയത് അതാണ്. ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ 26 ഫ്രഞ്ച് അധികാരികൾ ഈ 4 അംഗ സംഘത്തിലെ 2 പേരെ പിടികൂടി. 30 വയസ്സ് തോന്നിക്കുന്ന 2 യുവാക്കൾ. അതിലൊരാൾ ചാൾസ് ഡിഗോൾ. എയർപോർട്ടിലൂടെ രാജ്യം വിടാൻ ശ്രമിക്കവെയാണ് പിടിയിലായത്. ഇപ്പോഴും 2 പേർ ഒളിവിലാണ്. കവർന്നുപോയ 8 അമൂല്യ ആഭരണങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല.